MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടഞ്ഞുവച്ചു. MES സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ED ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയ പശ്ചാത്തലത്തിലായിരുന്നു നടപടി. ഇമിഗ്രേഷൻ വിഭാഗം ഫസൽ ഗഫൂറിനെ പിന്നീട് വിട്ടയച്ചു. തുടർന്ന് ഇന്ന് ഹാജരാകാൻ ഫസൽ ഗഫൂറിനോട് ED നിർദ്ദേശിച്ചു. രാഗനുണ്ട് വിശദാംശങ്ങളുമായി. രാഗൻ, ഗുഡ് മോർണിംഗ്. എപ്പോഴായിരുന്നു ED തടഞ്ഞുവെച്ചത്? ഈ നോട്ടീസ് ഉള്ള വിവരം ഫസൽ ഗഫൂർ അറിഞ്ഞിരുന്നോ? വിശദാംശങ്ങൾ എന്താ? കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. അതായത് ഈ MES സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുണ്ട്. PMLA കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഈ ഫസൽ ഗഫൂറിന് നോട്ടീസ് ED കൈമാറിയിരുന്നു. പക്ഷേ ഇതുവരെയും ഹാജരായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ലുക്കൌട്ട് സർക്കുലർ ED ഇറക്കിയത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹം ഒരു വിദേശ യാത്ര പോകാൻ എത്തിയ ഘട്ടത്തിലാണ് തടഞ്ഞത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വിമാനത്താവളത്തിൽ തടഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ. ഇമിഗ്രേഷൻ വിഭാഗമാണ് തടഞ്ഞത്. തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിവരം അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടു. ഇതുവരെയും ഹാജരാകാത്തതിലുള്ള വിശദീകരണവും ചോദിച്ചു. അതിനുശേഷം ഇന്ന് ഹാജരാകാൻ, ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഇന്ന് ഫസൽ ഗഫൂറിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഹാജരാകണം എന്നതാണ് EDയുടെ നിർദ്ദേശം. പലതവണയും നോട്ടീസ് നൽകിയിട്ടും ഹാജരായിരുന്നില്ല.